ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇം മിൻ അഹ്ലിൽ കിതാബി ഇല്ലാ ലയുഅ്മിനന്ന ബിഹി ഖബ്ല മൗതിഹി വയൗമൽ ഖിയാമത്തി യകൂനു അലൈഹിം ഷഹീദാ. ഫബിളുൽമിൻ മിനല്ലദീന ഹാദൂ ഹറംനാ അലൈഹിം ത്വയ്യിബാത്തിൻ ഉഹില്ലത് ലഹും വബിസ്വദ്ദിഹിം അൻ സബീലില്ലാഹി കസീറാ വഅഖ്ദിഹിമുർ റിബാ വഖദ് നുഹൂ അൻഹു വഅക്ലിഹിം അംവാലൻ നാസി ബിൽ ബാത്തിൽ വഅഅ്തദ്നാ ലിൽ കാഫിരീന മിൻഹും അദാബൻ അലീമാ. ഈസാ നബി അലൈഹിസ്സലാമിനെ അള്ളാഹു ആകാശത്തിലേക്ക് ഉയർത്തിയതിനെ കുറിച്ചാണ് ഇതിന്റെ തൊട്ട് മുമ്പ് പറഞ്ഞത്. അതിനോടനുബന്ധിച്ച ചില കാര്യങ്ങളാണ് ഇനി തുടർന്ന് പറയുന്നത്. അതിൽ വളരെ പ്രാധാന്യമുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, എല്ലാ മനുഷ്യരും മരണം ആസന്നമാകുന്ന സമയത്ത് അവൻ വിശ്വാസിയാകാൻ തയ്യാറാകും എന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ആളുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ടോ അവർ പഠിച്ചിട്ടോ അവർ മനസ്സിലാക്കിയിട്ടോ ഒന്നും ഇസ്ലാമികമായ വിശ്വാസം, ശരിയായ ഈമാൻ സ്വീകരിക്കാൻ തയ്യാറാകാത്ത ആളുകൾ മരിക്കാൻ സമയത്ത് അവർ ഈമാൻ പ്രഖ്യാപിക്കുന്നതാണ്. അപ്പോൾ നമ്മളും മനസ്സിലാക്കിയിട്ടുള്ളത്, മരണം എന്ന് പറയുന്നത് നമ്മൾ സ്വന്തമായി അനുഭവിക്കുന്ന ഒരു പ്രക്രിയയാണ്. അതിപ്പോൾ എന്തായിരുന്നാലും ഈ ലോകത്ത് അതിന് ചില അനുഭവങ്ങളുണ്ട് ഒരു നിശ്ചിത പരിധി വരെ. അത് കഴിഞ്ഞാൽ പിന്നെ മരണം എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞ മലക്ക് വരുന്നതും ആത്മാവിനെ പിടിക്കുന്ന പ്രക്രിയകളൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ അത് വേറെ ഒരു ബർസഹായ ലോകത്തിൻ്റെ ആദ്യഘട്ടത്തെ അനുഭവങ്ങളാണ് അതൊക്കെ. അല്ലാതെ ഇപ്പം നമ്മളൊരു മലക്കിനെ കാണില്ലല്ലോ. ജീവിച്ചിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ മലക്കിനെ കാണില്ല. അപ്പോൾ മലക്കിനെ ഒരാൾ കാണുക, മലക്കടുത്ത് വരിക, അതേപോലെ തന്നെ മനുഷ്യനെ അടിക്കുക, അവൻ്റെ ആത്മാവിനെ പിടിക്കുക, ഈ പ്രക്രിയകളൊന്നും നമുക്ക് ഭൗതികമായി കാണാനോ ഭൗതികമായി പറയാനോ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പം എന്തായാലും ഒരു മനുഷ്യൻ അവൻ്റെ ഭൗതിക സങ്കല്പങ്ങൾക്ക് അപ്പുറത്തുള്ള ചില കാഴ്ചകളും അനുഭവങ്ങളും വരുമ്പോൾ ഇതൊക്കെ ശരി തന്നെയാണല്ലോ, അപ്പോൾ പരലോകമൊക്കെ ഉണ്ടോ എന്നതിനെക്കുറിച്ചുള്ള ഒരു ബോധം മരിക്കണ സമയത്തുണ്ടാകുന്നതാണ്. പക്ഷെ അതിനുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഈ ഇൽത്തിറാറിലുള്ള ഈമാൻ എന്ന് പറഞ്ഞാൽ ഒരാൾ കുടുങ്ങിയിട്ട് വിശ്വസിക്കുന്നുണ്ടല്ലോ, ആ വിശ്വാസം അള്ളാഹു കബൂൽ ചെയ്യൂല, അള്ളാഹു സ്വീകരിക്കൂല. അതുകൊണ്ടാണ് ശരിക്കും ഫിർഔൻ വിശ്വസിച്ചിട്ടുണ്ട് മരിക്കണ സമയത്ത്, പക്ഷെ അള്ളാഹു സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ ഒരു ഇൽത്തിറാറിൻ്റെ സമയത്തുള്ള ഒരു നിർബന്ധിതാവസ്ഥയിൽ ഒരുത്തം കുടുങ്ങിയിട്ട് എന്ത് ഇടങ്ങേറായിട്ട് രക്ഷയില്ലാതെ ഇനി എനിക്ക് ഇതല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന് കാണുന്ന സമയത്ത് ഒരാൾ വിശ്വസിച്ചിട്ട് എന്തില്ല, കാര്യമില്ല. ആ ഈമാൻ കൊണ്ട് പ്രയോജനമല്ല. അപ്പോൾ ഈ ഇവിടെയുള്ള ഖുർആനിലെ ആയത്തിൻ്റെ ആശയപ്രകാരം പണ്ഡിതന്മാർ പറഞ്ഞതും അംഗീകരിച്ചു. മരിക്കണ സമയത്ത് എല്ലാവരും വിശ്വസിക്കാൻ തയ്യാറാകുമെന്നാണ് പറയുന്നത്. പക്ഷെ ആ വിശ്വാസത്തെ എന്ത് ചെയ്യൂല, സ്വീകരിക്കപ്പെടൂല. അതാണ് അതിൻ്റെ ഒരു കാര്യം. ഇപ്പോൾ ഒരു മതനിഷേധിയോട് ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ വാട്സപ്പിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു. അപ്പം എന്താ വെച്ചാൽ ശരിക്കും എന്താണെന്ന് വിചാരിച്ചാൽ ലോകത്തുള്ളവരെല്ലാവരും വിവരമില്ലാത്തവരും ബുദ്ധിയില്ലാത്തവരും ചിന്തിക്കാത്തവരും, നമുക്ക് മാത്രമേ വിവരമുള്ളൂ. ഈ മതം വിശ്വസിക്കുന്ന ആളുകളൊക്കെ എന്താ വെച്ചാൽ അത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വിശ്വസിച്ച ആൾക്കാരാണ്. അവർക്കൊരു തെളിവില്ല, അവർക്കൊരു ബോധ്യമില്ല. നമ്മളൊക്കെ മതം ശരിയല്ല എന്ന് അവരെപ്പോലെ മനസ്സിലാക്കിയപ്പോൾ നമ്മളതിനെ തള്ളി പറയാൻ തയ്യാറായി. അപ്പോൾ നമ്മൾ സത്യസന്ധന്മാരാണ്, ഇങ്ങനെയൊക്കെയാണ് അവർ പറയണത്. അപ്പം അവരിതൊക്കെ പറയുമ്പോൾ നമ്മളാരാന്ന് ഇപ്പം ഞമ്മക്കറിയില്ലേ? ഒരു പറയണല്ലോ, ഞമ്മക്കിത് ബോധ്യമായിട്ട് വിശ്വസിച്ചതാണോ ഇല്ലേ എന്നൊക്കെ ഞമ്മക്കറിയാലോ, മനസ്സിലായി. അപ്പം നമ്മളെ പറ്റി അവരതാണ് വിചാരിക്കണത് എന്ന് എന്ത് ചെയ്തു, അയാൾ പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു, മനസ്സിലായി. അപ്പം അത്രയും ധിക്കാരത്തിലൊക്കെ ഒന്നും വരല്ല
എന്ത് പടച്ചോൻ, എന്താണ്, എന്ത് പ്രവാചകൻ എന്ന് പറഞ്ഞ് അള്ളാഹി റസൂലിനൊക്കെ വളരെ മോശമായിട്ട് പറയുന്ന ആൾക്കാർക്കും ഇതിലൊക്കെ എന്തൊക്കെ ഉണ്ടല്ലോ എന്ന് തോന്നുന്ന ഒരു സമയം വരും എന്നാണ് പറയുന്നത്. അങ്ങനെ വരാതെ ആരും ഇവിടെ നിന്ന് മരണപ്പെട്ടു പോവില്ല. അത് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ 1-ാമത്തെ ആയത്തിൽ ഇത് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്നതിലുള്ളൊരു കാര്യം എന്താന്ന് ചോദിച്ചാൽ, മനുഷ്യന് ബോധപൂർവം അക്രമപരമായി കൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നിരാകരിക്കുകയും അള്ളാഹുവിൻ്റെ മാർഗത്ത് ജനങ്ങളെ തടയാൻ ശ്രമിക്കുകയും ചെയ്താൽ അതിനുള്ള ചില ഭൗതികമായ ശിക്ഷകൾ ഇവിടുന്ന് തന്നെ അവൻ എന്ത് ചെയ്യും, ലഭിക്കുന്നതാണ്. പരലോകത്തുണ്ട്, പക്ഷെ ഇവിടുന്ന് തന്നെ കിട്ടും. അതുകൊണ്ടാണ് ജൂത ക്രിസ്ത്യാനികൾക്കൊക്കെ എന്ത് ചോദിച്ചാൽ അവർക്ക് അള്ളാഹു അനുവദിച്ചു കൊടുത്തിരുന്ന പല ഭക്ഷണ പദാർത്ഥങ്ങളും പല അനുവദനീയമായ നല്ല വസ്തുക്കളൊക്കെ അവർക്ക് അള്ളൻ വിരോധിച്ചു. ഇപ്പം നമുക്ക് സമാധാനം അള്ള എന്തൊക്കെ ഹറാമാക്കിയിട്ടുണ്ടോ, എന്തൊക്കെ വിരോധിച്ചിട്ടുണ്ടോ, അതൊന്നും നമുക്ക് പറ്റാത്തതാണ്. അതുകൊണ്ട് ഇപ്പോൾ അത് തിന്നാത്തതിൽ ഒരു സങ്കടമല്ല. പന്നിനെ തിന്നാത്തതിനോ അല്ലെങ്കിൽ ചത്ത് തിന്നാത്തതിനോ ഒന്നൊരു സങ്കടം നമുക്കാർക്കും ഇല്ല. എന്താ വെച്ചാൽ അതൊക്കെ നമുക്ക് എന്താണ്, ദോഷകരമായ കാര്യങ്ങളാണ്. പക്ഷെ ഈ ജൂതന്മാർക്കൊക്കെ എന്താ വെച്ചാൽ അള്ള അവർക്ക് തിന്നാൻ പറ്റുന്ന അതിവിശിഷ്ടമായ പല വസ്തുക്കളെയും അവർക്ക് നിഷിദ്ധമാക്കി. എന്താ ശിക്ഷ എപ്പോഴും ജിൻസുൽ അമലേക്കാരം അതേ തരത്തിലാണ് വരിക. അപ്പൊ അള്ളാഹു എന്താണ് പറഞ്ഞ, അള്ള ഹറാമാക്കിയത് ഹറാമാക്കാനോ അള്ള ഹലാലാക്കിയത് ഹലാലാക്കാനോ അവർ തയ്യാറാകാതെ വന്നപ്പോൾ നിങ്ങൾ ഇതും കൂടി തിന്നണ്ടാന്ന്, അങ്ങനെയാണ് അവർക്ക് ശിക്ഷ കൊടുത്ത്. നമ്മളെ ഹലാലും ഹറാമും നിങ്ങൾ പാലിക്കണില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഇതും കൂടി തിന്നണ്ട. അങ്ങനെ ഓർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹലാലായ പലതും അവർക്ക് എന്ത് ചെയ്തു, അള്ളാഹു വിരോധിച്ചു, അവർക്കൊരു ശിക്ഷയായി. പിന്നെ ഭൗതികമായി ശിക്ഷ ലഭിക്കും എന്ന് നമ്മൾ ഇന്ന് പഠിക്കുന്ന ആയത്തിൽ പറയുന്ന മറ്റൊരു കാര്യം പലിശയാണ്. പലിശയുമായി ഒരാൾ ബന്ധപ്പെട്ടാൽ അവൻ എന്ത് കിട്ടും, ഈ ലോകത്ത് തന്നെ അതിൻ്റെ ചില പ്രത്യാഘാതങ്ങൾ, ചില പരിണിതികൾ അവൻ എന്ത് ചെയ്യും, അനുഭവിക്കുന്നതാണ്. ഭൗതികമായി മനുഷ്യന് ശിക്ഷ ലഭിക്കും എന്ന് അള്ളാഹു പറഞ്ഞിട്ടൊരു ഭാവമാണ്. നമ്മൾ ഈ ജൂതന്മാർ ഈ പലിശയുടെ കാര്യത്തിൽ അവർ ഭയങ്കരമായ താല്പര്യക്കാരാണ്. മിക്കവാറും ലോകത്ത് തന്നെ ഈ പലിശയുടെ സംവിധാനങ്ങളെ ഏറ്റവും അധികം ഉപയോഗപ്പെടുത്തുന്നവരും അത് ആസൂത്രണം ചെയ്യുന്നവരും ജനങ്ങളെ മുഴുവനും എന്താണ് ഈ പലിശയിലേക്ക് കൊണ്ടുവരുന്നതിലൊക്കെ ഏറ്റവും വലിയ പങ്ക് അവർക്ക് തന്നെയാണുള്ളത്. ജൂതന്മാരാണ് ഇതിൻ്റെ യഥാർത്ഥ ആളുകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് മനുഷ്യൻ പലിശയുമായി ബന്ധപ്പെട്ടാൽ, അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു വെല്ലുവിളിയോടെ പറയാൻ പറ്റും, പലിശ തൊട്ട ഏതെങ്കിലും ഒരാൾ സാമ്പത്തിക രംഗത്ത് ആത്യന്തികമായി വിജയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല. കാരണം ഭൗതികമായി മനുഷ്യന് ശിക്ഷ കിട്ടും എന്ന കാര്യമാണെന്ത് ഇവ. മനുഷ്യന് സമ്പത്തുക്കളെ ഉടമപ്പെടുത്തി വെക്കാനുള്ള സ്വാതന്ത്ര്യം അള്ള കൊടുത്തിട്ടുണ്ട്. സമ്പാദിക്കാൻ പരിധികളില്ല. ഭൗതികമായി എല്ലാ രാഷ്ട്രങ്ങളിലും ഒരാൾക്ക് സമ്പാദിക്കുന്നതിന് എന്തുണ്ട്, പരിധികളുണ്ട്. ഒരു പരിധിക്കപ്പുറത്ത് സമ്പാദിക്കുമ്പോൾ അയാൾക്ക് അതിന് കുറേ പ്രയാസങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടാണ് ബിനാമി ഒക്കെ ഏർപ്പെടുത്തിയിട്ട് ആൾക്കാർ ചെയ്യണത്. പക്ഷെ ഇസ്ലാമിൽ സമ്പാദിക്കാൻ ഒരു നിലക്കുള്ള മിൽക്കിയത്ത് മനുഷ്യന് നിരുപാധികം അനുവദിച്ചു കൊടുത്തതാണ്. നമുക്ക് ഓണർ ആവാം, എത്ര സ്വത്തിൻ്റെ ഓണർ ആവാനുള്ള അവകാശം നമുക്കുണ്ട്. പക്ഷേ ഒരു പൈസ പോലും അന്യായമായത് എടുക്കരുത് എന്നാണ്. അന്യായമായ ഒരു പൈസ പോലും എടുക്കാൻ പാടില്ല. എത്രയും സമ്പാദിക്കാം, പക്ഷെ അന്യായമായ ഒരു പൈസ പോലും എടുക്കാൻ പാടില്ല. അതാണ് ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാട്. വായിച്ചു നോക്കിയാണ്. അപ്പോൾ എല്ലാ ആളുകളും മരിക്കണ സമയത്ത് എന്ത് ചെയ്യും, എല്ലാ അവിശ്വാസികളും വിശ്വസിക്കാൻ തയ്യാറാകും. 2-3 വ്യാഖ്യാനങ്ങളുണ്ട്, പക്ഷെ എന്നാൽ അതിനാണ് മികവ്. വ ഇൻ മിൻ അഹ്ലിൽ കിതാബി, വേദക്കാരിൽ നിന്ന് ആരും തന്നെ ഇല്ല എന്ന് പറഞ്ഞാൽ എല്ലാ വേദക്കാരും പ്രധാനമായിട്ട് ജൂതന്മാരും ക്രിസ്ത്യാനികളാണ് ഉദ്ദേശിക്കുന്നത്. വേദക്കാരായിട്ടുള്ള എല്ലാ ആളുകളും ഇല്ലാലയുമിനന്ന ബിഹി, അവർ അദ്ദേഹത്തിൽ വിശ്വസിക്കുക തന്നെ ചെയ്യും. അതായത് വേദക്കാരായ ഏതൊരു മനുഷ്യനും അദ്ദേഹത്തിൽ വിശ്വസിക്കുക തന്നെ ചെയ്യും.
ഖബല മൗത്തിഹി, അവന്റെ മരണത്തിനു മുമ്പ്. അവന്റെ മരണത്തിന് മുമ്പ് അദ്ദേഹത്തിൽ വിശ്വസിക്കുക തന്നെ ചെയ്യുന്ന. അപ്പൊ നല്ല ശ്രദ്ധിച്ച നമുക്ക് രണ്ട് അർത്ഥം അതിന് കിട്ടും. ഒന്ന്, ഈസാ നബി മരിക്കുന്നതിന് മുമ്പ് എല്ലാ വേദക്കാരും ഈസാ നബിയിൽ വിശ്വസിക്കും. ഒരർത്ഥം അതാണ്. എങ്ങനെ? ഇല്ലാല യുഅ്മിനന്ന ബിഹി, ആ ഈസാ നബിയിൽ അവർ വിശ്വസിക്കുക തന്നെ ചെയ്യും. ഖബല മൗത്തിഹി, അവന്റെ മരണത്തിന് മുമ്പ്. അപ്പോൾ ഈസാ നബിന്റെ മരണം എന്നും അർത്ഥമുണ്ട്. അതേപോലെ തന്നെ ഓരോ വ്യക്തിയും മരിക്കുന്നതിന് മുമ്പ് അവൻ വിശ്വാസം സ്വീകരിച്ചുകൊണ്ടേ മരിക്കുകയുള്ളൂ എന്നാണ്. ഈസാ നബി അലൈഹിസ്സലാം കൊണ്ടുവന്ന സന്ദേശം അവിശ്വസിച്ച എല്ലാ ജൂത ക്രിസ്ത്യാനികളും അതിൽ വിശ്വസിച്ചിട്ടേ അവർ മരിക്കൂ. അപ്പൊ ഇതിന്റെ അർത്ഥം പറയുമ്പോൾ എല്ലാ വേദക്കാരും ഈസാ നബിയിൽ വിശ്വസിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈസാ നബി രണ്ടാമത് വരുമല്ലോ. കുറെ ആൾക്കാർ അത് വന്നു എന്നാ പറയണത്. ബോംബെയിലുണ്ട്, ഡൽഹിയിലുണ്ട്, ഉത്തർപ്രദേശിലുണ്ട് എന്നൊക്കെ പറയും ആൾക്കാർ. അതെന്താ വെച്ചാൽ അത് വരിക എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു സംഭവം ഒന്നല്ല. അതിങ്ങനെ ഒരു നാട്ടിലുള്ളവരും ഗ്രാമക്കാരും കാണുന്ന സംഭവമല്ല. അത് ലോകത്തൊരു മഹാത്ഭുതമാണ്. അതിങ്ങനെ നമ്മൾ പോയി തെരഞ്ഞ് ട്രെയിനിന് പോയി കണ്ടുപിടിച്ചേണ്ട കാര്യമൊന്നുമല്ല. കാർമേഘത്തിന്റെ പാളികൾക്കിടയിലൂടെ എന്ത് ചെയ്യും? ജനിക്കല്ലല്ലോ, ഭൂമിയിൽ ജനിക്കല്ലല്ലോ. ഭൂമിയിൽ ജനിക്കാതെ ഒരാൾ ഭൂമിക്ക് എത്തിയാൽ അതിപ്പോ അത്ര സ്വകാര്യ വർത്താനേക്കാറോ? അതിനൊരു വ്യാഖ്യാനം പറയാണ്. ആ വരവിനെ കുറിച്ച് എന്ത് ചെയ്യാണ്? അത് പ്രതീകാത്മകമായി വ്യാഖ്യാനിച്ചാണ് ഈസാ നബിനെയും അതേപോലെ തന്നെ മഹദിനെയും ഒക്കെ എന്ത് ചെയ്യണത്? സ്ഥാപിക്കുന്നത്. ഓരോ മനുഷ്യന്മാരെ എന്തൊക്കെ എല്ലാ പേച്ച വിശ്വാസങ്ങൾക്കൊന്നുണ്ട് ആൾക്കാരുണ്ട്. ഇപ്പൊ ഈസാ നബി വന്നു എന്ന് പറഞ്ഞ് ഈസാ നബിനെ പോയി ബൈഅത്ത് ചെയ്ത് ഈസാ നബിയാണെന്ന് വിചാരിച്ച് ഡൽഹി പോയി ബൈഅത്ത് ചെയ്ത് വരുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് നാട്ടിൽ. അങ്ങനത്തെ വിഭാഗം ആൾക്കാരുണ്ട്. ശരി, അതല്ല. അപ്പൊ ആ വരവ് വരുമ്പോ എന്ത് ചെയ്യും? ഈസാ നബി മരിക്കുന്നതിന് മുമ്പ് അന്ന് നിലവിലുള്ള എല്ലാ ആളുകളും വിശ്വസിച്ചിരിക്കുന്നതാണ് ഒരർത്ഥം. അതത്രക്ക് അങ്ങട് എന്തല്ല, സമ്പൂർണമായി അംഗീകരിക്കാൻ പറ്റിയ ഒരു അർത്ഥമല്ല. കാരണം എല്ലാ വേദക്കാരും വിശ്വാസികളായിട്ടേ മരിക്കൂ എന്ന് പറയുന്നത് അത്ര എന്തല്ല, പൂർണ്ണല്ല. അപ്പൊ കുറച്ചും കൂടി നല്ല എന്താ വെച്ചാൽ ഇല്ലാല യുഅ്മിനന്ന ബിഹി, അദ്ദേഹത്തിൽ വിശ്വസിക്കുക തന്നെ ചെയ്യും. ഖബല മൗത്തിഹി, അവന്റെ മരണത്തിന് മുമ്പ്. ആരാണോ വിശ്വസിക്കുന്നത് ആ വ്യക്തി മരിക്കുന്നതിന് മുമ്പായി അവൻ എന്ത് ചെയ്യും? ഒരു വിശ്വാസത്തിന് തയ്യാറാകും എന്ന പൊതുവായ അർത്ഥത്തിനാണ് അധികം ആളുകളും എന്തായത് മുൻഗണന നൽകിയിട്ടുള്ളത്. വയൗമൽ ഖിയാമത്തി, അന്ത്യനാളിൽ, ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ, യകൂനു അലൈഹിം ഷഹീദ, അദ്ദേഹം അവരുടെ മേൽ സാക്ഷിയായിരിക്കുകയും ചെയ്യുന്ന. അപ്പൊ അന്ത്യനാളിൽ അദ്ദേഹം അവർക്ക് സാക്ഷിയായിരിക്കും. അപ്പൊ ഇവർക്ക് ശരിയായ ആശയങ്ങൾ എത്തിച്ചു കൊടുത്തു എന്നതിന് ഈസാ നബി അലൈഹിസ്സലാം എന്ത് ചെയ്യും? എല്ലാ പ്രവാചകന്മാരും അതത് സമുദായങ്ങൾക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുന്ന പോലെ ഈസാ നബിയും എന്ത് ചെയ്യും? അവർക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അർത്ഥം എന്നാണ് പറയണത്. അപ്പോൾ രണ്ടർത്ഥമുണ്ട്. ഒന്ന്, ഈസാ നബി വരും, അപ്പൊ എല്ലാവരും വിശ്വസിക്കുന്ന. ഈസാ നബി വരുമ്പോഴാണ് പ്രത്യേക കുരിശുകൾ എന്ത് ചെയ്യും? ഉടച്ചു കളയും, ജിസിയ കപ്പം ഇല്ലാതാക്കും, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ മസീഹുദ്ദജ്ജാൽ വരും, മസീഹുദ്ദജ്ജാലിനെ കൊല്ലും എന്നൊക്കെയുള്ള കുറേ സംഗതികൾ അന്ത്യനാളിൻ്റെ അടയാളങ്ങളിലായിട്ട് വരാനുണ്ട്. ആ സന്ദർഭത്തിൽ എല്ലാ വേദക്കാരും ഈസാ നബി അലൈഹി ഇസ്ലാമിൽ വിശ്വസിക്കും എന്നാണ് അർത്ഥം എന്നാണ് ഒന്ന്. മറ്റൊന്ന്, എല്ലാ വേദക്കാരും അവൻ മരിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? വിശ്വസിക്കാൻ തയ്യാറാകും എന്നാണ് മറ്റൊരു വ്യാഖ്യാനമുള്ളത്. ഈ രണ്ട് വ്യാഖ്യാനമായാലും എന്തില്ല, പ്രശ്നമില്ല. പൊതുവായ ഒരു കാര്യമാണിത്. കാരണം അങ്ങനെ ഒരു തത്വം ഉണ്ട്. അതായത് എല്ലാവരും മരിക്കുമ്പോൾ വിശ്വസിക്കാൻ തയ്യാറാകും എന്ന് പറയുന്നത്. പിന്നെ വിശുദ്ധ ഖുർആൻ പല സ്ഥലത്തും പറയുന്നുണ്ടല്ലോ, അത് മരണം ആസന്നമാകുമ്പോൾ എന്ത് ചെയ്യും? ഞാൻ ലാ സ്വദ്ദഖന്ന വാക്കും പിന്നെ സ്വാലിഹി, ഞാൻ സദഖ കൊടുക്കുക, ഞാൻ നന്നായിക്കോളാം എന്നൊക്കെ പറയുന്ന കുറേ രംഗങ്ങളുണ്ട്. അത് ഖുർആൻ പറഞ്ഞൊരു കാര്യമാണത്. മരിക്കുമ്പോൾ മനുഷ്യന് ഈ യാഥാർത്ഥ്യങ്ങൾ കാണുമ്പോൾ എന്ത് ചെയ്യും? അവൻ ഈമാൻ വിശ്വസിക്കാൻ തയ്യാറാകും എന്ന് പറയുന്ന പൊതുവായ കാര്യമാണത്.
മറ്റൊന്ന് എല്ലാ പ്രവാചകന്മാരും. അതൊരു ഭയങ്കര സംഭവം തന്നെയല്ലേ. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും സത്യസന്ധനും ഏറ്റവും നീതിമാനുമായ പ്രവാചകനാണ് തൻ്റെ ജനതയ്ക്കെതിരെ സാക്ഷി നിൽക്കുന്നത്. എത്ര വലിയ സാക്ഷിയാണ് അവിടെ വരാൻ പോകുന്നതെന്നാണ്. ഞാൻ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് അദ്ദേഹം എന്ത് ചെയ്യും? സാക്ഷ്യം വഹിക്കുന്നതാണ്. ഫബിളുൽമിൻ മിനല്ലദീന ഹാദു ഹറംനാ അലൈഹിം ത്വയ്യിബാത്തിൻ ഉഹില്ലത് ലഹും വബിസദ്ദിഹിം അൻ സബീലില്ലാഹി കസീറാ. ഫബിളുൽമിൻ മിനല്ലദീന ഹാദു, ഈ യഹൂദന്മാരായവരുടെ ജൂതന്മാരായവരുടെ എന്താണ് അക്രമം നിമിത്തം, അവരത്രമാത്രം തോന്നിയാസങ്ങളും അക്രമങ്ങളുമാണ് എന്ത് ചെയ്തത്? കാണിച്ചത്. ഹറംന അലൈഹിം ത്വയ്യിബാത്തിൻ, അവർക്ക് അനുവദനീയമാക്കപ്പെട്ടിരുന്ന ചില നല്ലതായ വസ്തുക്കളെ അവരുടെ മേൽ നാം നിഷിദ്ധമാക്കി. അവർക്ക് അനുവദിക്കപ്പെട്ടിരുന്ന ചില നല്ല വസ്തുക്കളെ അവർക്ക് നാം നിഷിദ്ധമാക്കി. ഞാൻ പറഞ്ഞു, എല്ലാതും ജിൻസുൽ അമലായിരിക്കും. അവനാൻ ചെയ്യണതിനനുസരിച്ചിട്ടാണ് അവനാണ് ശിക്ഷ കിട്ടുക. നമ്മൾ വേറൊരുത്തൻ്റെ മാനം കെടുത്താൽ നമ്മൾ മാനം കെടും. വേറൊരുത്തൻ്റെ പണം നമ്മൾ അപകരിച്ചാൽ നമ്മൾ പണവും. വേറൊരുത്തൻ്റെ അഭിമാനം നമ്മൾ തകർത്താൽ നമ്മുടെ അഭിമാനം തകർക്കപ്പെടും. മനസ്സിലായി? നമ്മളൊരാളെ കൊള്ളയടിച്ചാൽ നാം കൊള്ളയടിക്കപ്പെടും. അങ്ങനെയൊക്കെ സംഭവിക്കാന്നാണ്. ഈ പരലോകത്തെ ശിക്ഷകളും അങ്ങനെ തന്നെയാണല്ലോ. സമാനമായി ഖബറിലെ ശിക്ഷകൾ വരെ അങ്ങനെയാണ്. മനുഷ്യന്റെ പ്രവർത്തനങ്ങൾക്ക് യോജിക്കുന്ന ശിക്ഷകളാണ്. പലിശക്കാരൻ എന്താ ശിക്ഷ? അവനൊരു തടാകത്തിൽ ഇങ്ങനെ നീന്തും, കര കിട്ടാൻ വരാൻ കഴിയൂല. അതിൽ തന്നെ അടിച്ചിട്ട് രക്തവർണ്ണമുള്ളൊരു വെള്ളത്തിൽ അവനിങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുന്നല്ലേ. ഓരോന്നിനും ശിക്ഷ പറയുമ്പോൾ അങ്ങനെയാണ് പറയണത്. മനസ്സിലായി? വ്യഭിചാരികളായ സ്ത്രീ പുരുഷന്മാരെന്ത് ചെയ്യും? അടുപ്പ് പോലുള്ള തീയിൽ എന്ത് ചെയ്യും? അവരിങ്ങനെ നഗ്നരായി മറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ പരലോകത്തെ ശിക്ഷയാണ് ഇവിടുത്തെ ശിക്ഷയാണെങ്കിലൊക്കെ മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ചാണ് കിട്ടുക. അതങ്ങനെയാണ്. നമ്മൾ ചെയ്തത് കൊണ്ടാണ് എന്ത് ചെയ്യണത്? അത് വരുന്നത് എന്നുള്ളതാണ്. ഫബിളുൽമിൻ മിനല്ലദീന ഹാദു, അപ്പോൾ ജൂതന്മാരായിട്ടുള്ള ആളുകൾ അവരുടെ അക്രമം നിമിത്തം ഹറംന അലൈഹിം ത്വയ്യിബാത്തിൻ, അവർക്ക് അനുവദിക്കപ്പെട്ടിരുന്ന ചില നല്ലതായ വസ്തുക്കളെ അവരുടെ മേൽ നാം നിഷിദ്ധമാക്കി. കൽപ്പിച്ച കൽപ്പന സ്വീകരിക്കാത്തതുകൊണ്ട് എന്ത് ചെയ്തു വെച്ചാൽ അവർക്ക് അനുവദിക്കപ്പെട്ട ചില കാര്യങ്ങൾ തന്നെ അവർക്ക് എന്ത് ചെയ്തു? നിഷിദ്ധമാക്കി. അനുവദിക്കപ്പെട്ട വിശിഷ്ട വസ്തുക്കളെ, അവർക്കേറെ ഉപകാരപ്പെടുന്ന വിശിഷ്ടമായ വസ്തുക്കളെ നാം അവർക്ക് എന്ത് ചെയ്തു? നിഷിദ്ധമാക്കി. അവര് അക്രമം മാത്രമല്ല, അവർ ചെയ്ത മറ്റൊരു തെറ്റും കൂടെ പറയാണ്. വബിസദ്ദിഹിം അൻ സബീലില്ലാഹി കസീറ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും ജനങ്ങളെ ധാരാളമായി അവർ തടഞ്ഞു. എത്രയോ ആളുകളെ അവരെന്ത് ചെയ്തു? വഴിപിഴപ്പിച്ചു. വേദഗ്രന്ഥങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്തും അതിനെ തെറ്റായി വ്യാഖ്യാനിച്ചുമാണ് അവർ ജനങ്ങളെ എന്താക്കിയത്? വഴിതെറ്റിച്ചെന്ന പറഞ്ഞത്. തെറ്റായി വ്യാഖ്യാനിച്ച്. ഇപ്പോൾ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെ സ്ഥാപിക്കുന്ന പ്രവാചകന്റെ കുറേ സ്വഭാവങ്ങളും ലക്ഷണങ്ങളും അവരെ വേദഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട്. അത് നബിയെക്കുറിച്ചല്ല എന്നാണ് അവർ ജനങ്ങളോട് പറഞ്ഞത്. ഈ അടയാളങ്ങളൊന്നുള്ള ആള് മുഹമ്മദ് നബി അല്ല. വ്യക്തമായി വേദഗ്രന്ഥത്തിൽ വന്ന കാര്യങ്ങളെ അവരെന്ത് ചെയ്തു? ജനങ്ങൾക്ക് ദുർവ്യാഖ്യാനിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അതാണ് വബിസദ്ദിഹിം അൻ സബീലില്ലാഹി കസീറ, ധാരാളമായി അവർ ജനങ്ങളെ എന്ത് ചെയ്തു? ധാരാളമായി അവർ സത്യത്തിന് തടയുകയും. ഇതൊക്കെ ചെയ്തത് കൊണ്ട് അവർക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയൊരു ശിക്ഷയാണ് എന്ത്? അവരുടെ മേൽ ചില നല്ലതായ വസ്തുക്കളെ അള്ളാഹു എന്ത് ചെയ്തു? നിഷിദ്ധമാക്കി എന്നുള്ളത്. പിന്നെ അടുത്തത് വഅഖ്ദിഹിമുർ റിബാ വഖദ് നുഹു അൻഹു, അവർക്ക് ഈ ശിക്ഷ വരാനുള്ള മറ്റൊരു കാരണം വഅഖ്ദിഹിമുർ റിബാ, അവരെന്ത് ചെയ്തു? പലിശ മേടിച്ചത് കൊണ്ടും അവർ അത് എടുത്തു. അഖ്ദിഹിമുർ റിബാ, പലിശ അവരെടുത്തു. വഖദ് നുഹു അൻഹു, അത് അവരോട് വിരോധിച്ചതായിരുന്നു. അവരോട് വിരോധിക്കപ്പെട്ടതായ പലിശ അവരെന്ത് ചെയ്തു? അവർ മേടിച്ചത് കൊണ്ടുമാണ് അവർക്ക് ഈ അക്രമങ്ങളും ഈ നിരോധങ്ങളും അവർക്ക് അനുവദനീയമായ കാര്യങ്ങൾ അവർക്ക് നിഷിദ്ധമാക്കാനുള്ള കാരണം. അക്ലിഹിം അംവാലൻ നാസി ബിൽ ബാത്തിൽ, അതേപോലെ തന്നെ അവരെന്ത് ചെയ്തു? അന്യായമായി മനുഷ്യരുടെ സ്വത്തുക്കളെ അവർ തിന്നുകയും ചെയ്തു. അക്ലിഹിം അംവാലൻ നാസി ബിൽ ബാത്തിൽ, ജനങ്ങളുടെ സ്വത്തുക്കളെ അവർ അന്യായമായി തിന്നുകയും ചെയ്തു. നമ്മൾ സ്വത്ത് എത്രയും സമ്പാദിക്കാൻ അവകാശമുണ്ട്, പക്ഷേ വേറൊരുത്തൻ്റെ ഒന്നും നമുക്ക് അനർഹമായി എടുക്കാൻ പറ്റൂല. ശരിക്കിപ്പോൾ വിശ്വാസവും ദീനൊക്കെ ഉള്ള ആളാണെങ്കിൽ മനസ്സിലാക്കണം, നമ്മൾ ഈ പൈസ എടുക്കണമെന്തിനാ? നമുക്ക് ഉപകാരപ്പെടാനല്ലേ. അപ്പോൾ ഉപകാരപ്പെടില്ല എന്ന് ഇത്രയും ഉറപ്പിച്ച് പറയുമ്പോൾ നമ്മൾ
അല്ല പറയണില്ല നമുക്ക് ഈമാൻ ഉണ്ടെങ്കിൽ നമ്മളത് എടുക്കുമോ? അറിയാതെ വന്നു പെട്ടാൽ പോലും നമ്മളത് തിരിച്ചു കൊടുക്കും. നമ്മൾ അറിയാതെ നമ്മളെടുത്ത് വന്നു പെട്ടാൽ പോലും നമ്മളത് എന്ത് ചെയ്യും? തിരിച്ചു കൊടുക്കും. അപ്പോൾ അന്യായമായി ഒരാളുടെ പണവും നമ്മളെടുത്ത് വരാൻ പറ്റൂല. അതിലേറ്റവും വലിയ അന്യായമാണെന്ത്? പലിശ എന്ന് പറഞ്ഞാൽ വഖദ് നുഹു അൻഹു വാക്കലിയും അംവാലൻ നാസി ബിൽ ബാത്തിൽ. അന്യായമായ മനുഷ്യരുടെ സ്വത്തുക്കൾ അവർ തിന്നതുകൊണ്ടും അതേപോലെ തന്നെ വിരോധിക്കപ്പെട്ടിരുന്ന പലിശ അവർ മേടിച്ചത് കൊണ്ടുമാണ് അവർക്ക് ഈ പറയപ്പെട്ട ശിക്ഷകളൊക്കെ ലഭിക്കാൻ കാരണം. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, പലിശ മനുഷ്യന് ഈ ലോകത്ത് തന്നെ ശിക്ഷ ലഭിക്കാനുള്ള ചില പ്രത്യേക തെറ്റുകൾക്ക് ഈ ലോകത്ത് തന്നെ ശിക്ഷ കിട്ടും. അതിലൊന്നാണ് ഈ മാതാപിതാക്കളെ ഉപദ്രവിക്കുക എന്നുള്ളത്. ഉഖൂഖുൽ വാലിദൈൻ. മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന ആളുകൾക്ക് ഇവിടുന്ന് തന്നെ എന്ത് ചെയ്യും? അതിൻ്റെ ശിക്ഷകൾ ലഭിക്കുന്നതാണ്. മനസ്സിലല്ലേ? നമ്മളിപ്പോൾ നമ്മുടെ ചില സൗകര്യങ്ങൾക്കോ നേട്ടങ്ങൾക്കോ വേണ്ടി ചിന്തിക്കുകയാണെങ്കിൽ മാതാപിതാക്കളെ നമ്മൾ ഏറ്റെടുക്കാതെക്കലും നോക്കാതെക്കലേക്കാരും നമുക്ക് മെച്ചം ഭൗതികമായിട്ട്. കാരണം അത് ഒരു ജീവിതത്തിൽ എന്താ ചിലപ്പോൾ ഒരു ആയുഷ്കാലം മുഴുവൻ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അവിടെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമ്മുടെ ജീവിതത്തിന് നല്ലൊരു ഭാഗം അതിനു വേണ്ടി ചെലവഴിക്കേണ്ടി വരും. പക്ഷേ നമ്മളത് ചെയ്യാതിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് നമുക്കൊരു സൗകര്യം ആവൂല. അത് ചെയ്യാതിരിക്കുന്നു എന്നുള്ളത് നമുക്കൊരു സൗകര്യം ആവൂല, അത് നമുക്ക് ബുദ്ധിമുട്ടേ ആവുള്ളൂ. അതുകൊണ്ട് ഭൗതികമായി മനുഷ്യന് ശിക്ഷ ലഭിക്കും എന്ന് പറഞ്ഞ കാര്യങ്ങൾ പ്രധാനം. ഈ കുടുംബ ബന്ധങ്ങളെ വിച്ഛേദിക്കാം, ഇതൊക്കെ ഭയങ്കര ഭൗതികമായി തന്നെ മനുഷ്യന് ശിക്ഷ ലഭിക്കുന്ന കാര്യമാണ്. മനുഷ്യൻ്റെ ശരിക്ക് ആയുസ്സിന് വലിയ പ്രശ്നമൊന്നുമില്ലാതെ ആരോഗ്യത്തോടുകൂടെ മനുഷ്യന് മുന്നോട്ട് പോകാനുള്ള കാരണമായി പറയുന്നത് എന്താണ്? ഫലിയസിൽ റഹിമുഹു എന്നാണ്. അവൻ്റെ കുടുംബ ബന്ധത്തെ അവൻ ചേർക്കട്ടെ എന്നാണ്. ആ ബന്ധങ്ങൾ വിച്ഛേദിക്കാം, അതിന് ഇവിടുന്ന് ശിക്ഷ ഉണ്ട്. അതേപോലെ പറഞ്ഞൊരു കാര്യമാണ് ഇതെന്ത്? ഈ ജനങ്ങളുടെ സ്വത്തുക്കളെ നമ്മൾ എന്ത് ചെയ്യുക? അന്യായമായി തിന്നുക എന്ന് പറഞ്ഞാൽ. വഅഅ്തദ്നാലിൽ കാഫിരീന മിൻഹും അദാബൻ അലീമാന്നാണ്. വഅഅ്തദ്നാലിൽ കാഫിരീന മിൻഹും, അവരിൽ നിന്നുള്ള അവിശ്വാസികളായ ആളുകൾക്ക് വേണ്ടി നാം തയ്യാറാക്കിയിട്ടുണ്ട് അദാബൻ അലീമാന്നാണ്. വേദനാജനകമായ ശിക്ഷ നാം അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഇഹലോകത്തും അവർക്ക് ശിക്ഷകളുണ്ട്, നാളെ പരലോകത്ത് ഏറ്റവും വലിയ ശിക്ഷകളാണ് എന്ത് ചെയ്യണത്? വരാൻ പോകുന്നത് എന്നാണ് പറയണത്. അപ്പം അതുകൊണ്ട് അള്ളാഹുവിൻ്റെ നിയമങ്ങളിൽ നമുക്ക് എന്താണോ നിശ്ചയിച്ചത് ആ നിയമങ്ങളെ ശരിക്ക് നാം പാലിച്ചില്ലെങ്കിൽ അതിൻ്റെ ദോഷങ്ങളും അതിൻ്റെ ഉപദ്രവങ്ങളും പല പല നമ്മളൊരിക്കലും വിചാരിക്കാത്ത വഴികളിലൂടെ നമ്മളെങ്ങനെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കും. മനുഷ്യൻ്റെ ജീവിത പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കുമുള്ള അടിസ്ഥാന കാരണം ഇവിടെ ജീവിക്കുമ്പോൾ നാം പാലിക്കേണ്ട നിയമങ്ങൾ നാം പാലിക്കാതിരിക്കുന്നു എന്നതാണ്. അതിൻ്റെ കാരണങ്ങളായിക്കൊണ്ട് അള്ളാഹു എന്ത് ചെയ്യുന്നത്? നമുക്ക് വ്യക്തമാക്കി തരുന്നത്. അപ്പോൾ അത് ആ കാര്യം നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം എന്നാണ്. അപ്പോൾ ഇത്രയും സംഗതികളാണ് നമ്മൾ ഈ പറഞ്ഞ ആയത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ ഗുണപാഠങ്ങളായിട്ട് കുറേ കാര്യങ്ങൾ ഇതിൽ എന്തുണ്ട്? എടുത്തു പറയുന്നുണ്ട്. ഈ അൽദുൽമു അലാ ഇഖ്തിലാഫി അൻവാഇഹി വഅൽവാനി, എന്ത് അക്രമാണെങ്കിലും അത് ഏത് തരത്തിലുള്ള അക്രമാണെങ്കിലും ഹുവ മിൻ അസ്ബാബി ഹിർമാനി നിഅം എന്നാണ്. അനുഗ്രഹങ്ങൾ തടയപ്പെടാൻ അത് കാരണമായി തീരുന്ന. മനസ്സിലെ? മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൾ, നിലവിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് തടയപ്പെടും. അതാണ് ജൂതന്മാർക്ക് സംഭവിച്ചു. അപ്പം അനുഗ്രഹങ്ങളിൽ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ തടയപ്പെടാനുള്ള കാരണമാണെന്ത്? നമ്മൾ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ലംഘിക്കുക എന്നുള്ളതാണ്. ഫമൻ സാദ ലുൽമുഹു സാദ ഹിർമാനുഹു. അക്രമങ്ങൾ മനുഷ്യൻ വർദ്ധിപ്പിക്കും തോറും അവന് അള്ളാഹു അനുഗ്രഹങ്ങളെ എന്ത് ചെയ്യും? ഇല്ലാതാക്കുന്നതും വർദ്ധിച്ചു കൊണ്ടിരിക്കും എന്നാണ് പറയണത് എന്നാണ്. ലൗദാക്കത്ത് യഖൂദു തഅമൽ ഈമാൻ ലാദാഖഹല്ലാഹു ഹലാവത്ത ത്വയ്യിബാത്ത് എന്നാണ്. ശരിക്കും ഈമാനിൻ്റെ മാധുര്യം അനുഭവിക്കുന്നവനെ ഹലാലിൻ്റെ മാധുര്യം അനുഭവിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഈമാനിൻ്റെ മാധുര്യം ശരിക്കുള്ളൊരു വിശ്വാസിക്ക് മാത്രമേ അള്ളാഹു തന്ന വിഭവങ്ങളൊക്കെ ആസ്വദിച്ച് അനുഭവിക്കാൻ പറ്റുള്ളൂ. ആസ്വദിച്ച് അനുഭവിക്കണമെങ്കിൽ ഈമാൻ ഉള്ളിലുള്ളവന് മാത്രമേ ഈ ലോകത്ത്
ഒരു മുഅ്മിൻ ഭക്ഷണം കഴിക്കുന്ന പോലെയല്ല, ഒരു മുഅ്മിൻ ജീവിതത്തിലെ മറ്റ് അനുഭവങ്ങൾ അനുഭവിക്കുന്ന പോലെയല്ല ഒരു അവിശ്വാസി. ഒരു മുഅ്മിൻ എന്ത് ചെയ്യും? ഈമാനിൻ്റെ മാധുര്യം അനുഭവിക്കുന്ന ഒരാൾക്ക് ഇവിടെയുള്ള അനുഗ്രഹങ്ങളുടെയും മാധുര്യങ്ങൾ അനുഭവിക്കാൻ പറ്റുമെന്നാണ്. എന്നാൽ ഈമാൻ ഇല്ലാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ അനുഗ്രഹങ്ങളുടെ ആസ്വാദനങ്ങളിലും അയാൾക്ക് എന്ത് ചെയ്യും? തടസ്സങ്ങൾ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്.